ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരേ സമയം പ്രവർത്തിപ്പിച്ചിട്ട് വീഡിയോ എടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ഉപയോഗിക്കുന്നത് സാംസങ്ങിൻ്റെ മൊബൈലാണ്. എൻ്റെ മൊബൈലിൽ ആ ഒരു സിസ്റ്റം ഉണ്ട്, പക്ഷേ എല്ലാ സാംസങ് മൊബൈലിലും ഈ ഒരു സിസ്റ്റം കാണുന്നില്ല. നിങ്ങളുടെ മൊബൈലിലും നിങ്ങൾ ക്യാമറ സെറ്റിംഗ്സിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല എങ്കിൽ ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിലും, യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് ഉപയോഗിച്ച് നോക്കുക. പല സന്ദർഭങ്ങളിലും രണ്ട് ക്യാമറയും ഒരേ സമയത്ത് പ്രവർത്തിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ സെറ്റിംഗ്സ്, ക്യാമറ സെറ്റിംഗ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ മൊബൈലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഫോട്ടോ എടുക്കുന്ന ഓപ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്നും വീഡിയോ എടുക്കുന്ന ഈ വീഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഡുവൽ ക്യാമറ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് മോർ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതിൽ ഡയറക്ടേഴ്സ് വ്യൂസ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ക്യാമറ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ തന്നെ നമുക്കിപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ റെക്കോർഡ് ചെയ്യാണ്. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൈകൊണ്ട് ഞാനിപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്ക് ക്യാമറയിലും കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ രണ്ട് ക്യാമറയിലുള്ളതും റെക്കോർഡായിട്ടുണ്ടാകും. ഓക്കെ, എല്ലാ മൊബൈലിലും ഈ ഒരു സിസ്റ്റം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ അങ്ങനെയുള്ള സിസ്റ്റം ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിലും, യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ രണ്ട് പെർമിഷൻ നമുക്ക് അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു പെർമിഷൻ ഓൾറെഡി ഗ്രീൻ ആണ്. ഓക്കെ, താഴെ കാണുന്ന ഈ ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. പെർമിഷൻസ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്യാമറ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിലുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ബാക്ക് വന്നിട്ട് വീണ്ടും മൈക്രോഫോൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയും ഏറ്റവും മുകളിലുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വന്നിട്ട് ക്യാമറ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാം, പക്ഷേ ഇതിൽ പരസ്യങ്ങൾ വരും. പരസ്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ നെറ്റ് നിങ്ങൾ ഓഫാക്കുക. വൈഫൈ ആണെങ്കിലും അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ ആണെങ്കിൽ, ഞാനിപ്പോൾ രണ്ടും ഇവിടെ ഓഫിലാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെ ഓഫിലായി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്യ ശല്യം ഉണ്ടാകുകയില്ല. നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ബാക്ക് വരിക. ഈ ക്യാമറയുടെ ഐക്കൺ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ക്യാമറയും ഒരേ സമയത്ത് ഉപയോഗിച്ചിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ കണ്ട അതേ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. രണ്ട് ക്യാമറയും ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ റെക്കോർഡിൻ്റെ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാണ്. കൈകൊണ്ട് ഇങ്ങനെ മുകളിൽ കാണിച്ചു, താഴെയും അതുപോലെ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറയുടെ ഫോൾഡറിലാണ് ആ വീഡിയോ കാണാൻ സാധിക്കുക. ഓക്കെ, കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അത് സേവ് ആകുന്നത് വരെ. ഇതിപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഈ ഒരു ക്യാമറയുടെ ഫോൾഡറിൽ ഈ ഒരു വീഡിയോ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഗാലറി സെലക്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് പ്ലേ ചെയ്താൽ മതി. അത് പ്ലേ ചെയ്ത ഉടനെ തന്നെ ഇത് ഗാലറിയിലും ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകുകയും ചെയ്യും. ഓക്കെ, ആ ഒരു വീഡിയോ നല്ല ക്ലാരിറ്റിയോട് കൂടി നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് രണ്ട് ക്യാമറയും ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. ഇവിടെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.